ബ്രഹ്മാണ്ഡം എന്നത് ഒന്നിനുള്ളിൽ മറ്റൊന്നായി 7 കോശങ്ങളോട് കൂടിയതാണ്. ഏറ്റവും ഉള്ളിൽ നിൽക്കുന്ന കോശം ഏറ്റവും സ്ഥൂലവും ചെറിയതുമാണ്. ആ അന്തകോശത്തിന്റെ മധ്യത്തിൽ നിന്ന് രണ്ടാമത്തെ കോശം തുടങ്ങുന്നു. മൂന്നാമത്തെ കോശവും ആദ്യ കോശത്തിന്റെ മധ്യത്തിൽ നിന്ന് തുടങ്ങുന്നു. സൂക്ഷ്മമായ ഇതിന്റെ പദാർത്ഥം 1ഉം 2ഉം കോശങ്ങളിൽ വ്യാപിച്ച് അവയെ അതിക്രമിച്ച് എല്ലായിടത്തേക്കും അനേക ലക്ഷം യോജന ദൂരത്തിൽ വെളിയിലേക്ക് തള്ളി നിൽക്കുന്നു. ഇങ്ങനെ ഓരോ കോശവും അതിനുള്ളിലവയെ അപേക്ഷിച്ച് സൂക്ഷ്മമതമായ പദാർത്ഥങ്ങളെ കൊണ്ടുണ്ടാക്കപ്പെട്ട് ബാഹ്യമായി തള്ളി നിൽക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ 7ാമത്തെ കോശം പരമസൂക്ഷ്മമായ വസ്തുവിനാൽ നിർമ്മിക്കപ്പെട്ടതും പ്രഥമ കോശത്തിന്റെ മധ്യസ്ഥാനത്ത് തന്നെ തുടങ്ങുന്നതും 6 കോശങ്ങളിലും സംക്രമിച്ച് 6ാമത്തേതിന്റെ പരിധിയെ അതിലംഘിച്ച് സർവഭാഗങ്ങളിലും അനേക ലക്ഷം യോജന ദൂരത്തിൽ ബാഹ്യമായി തള്ളിക്കിടക്കുന്നതുമാണെന്ന് ബോധ്യമാകും. ഈ മഹാണ്ഡത്തെ ഒരു ഭാഗത്ത് നിന്ന് എതിർഭാഗത്തേക്ക് കുത്തി മേൽഭാഗം കീഴ്ഭാഗം എന്നിങ്ങനെ 2 മുറിയാക്കിയെന്നിരിക്കട്ടെ. മേൽഭാഗത്ത് ഏറ്റവും ഉള്ളിൽ നിൽക്കുന്നതും ഏറ്റവും ചെറുതും സ്ഥൂലവുമായ ഗോളാർദ്ധം ഭൂലോകമാണ്. തൊട്ടടുത്ത് അർദ്ധഭൂവലോകം, അടുത്തത് സുവർലോകം, അതിനടുത്ത് മഹർലോകം, ജനർലോകം, തപോലോകം, സത്യലോകം എന്നിവയാണ്. കീഴ്ഭാഗത്ത് ഒന്നിന് താഴെ ഒന്നായി കാണുന്നവയെ മുകളിലൊന്ന് താഴോട്ട് പാതാളം, രസാതലം, മഹാതലം, തലാതലം, സുതലം, വിതലം, അതലം എന്നിവയാണ് സത്യലോകം മുതൽ അതലം വരെയുള്ള 14 ലോകങ്ങൾ. ഇവ കൂടാതെ ബ്രഹ്മാണ്ഡത്തിൽ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ശുക്രൻ, ബുധൻ, അംഗരകൻ, ബൃഹസ്പതി, ശനി, സപ്തഋഷികൾ, ധ്രുവൻ, ശിംശുമാരൻ, രാഹു മുതലായവ അടങ്ങുന്ന ജ്യോതിശ്ചക്രവും 28 നരകങ്ങളുമുണ്ട്. സൂര്യനിൽ നിന്ന് 10,000 യോജന താഴെയാണ് രാഹു. രാഹുവിൽ നിന്ന് 10,000 യോജന താഴെ സിദ്ധാവിദ്യാധരന്മാരുടെ ലോകം. അതിൻ്റെ താഴെ മേഘമാർഗം വരെ രാക്ഷസ സഭൂപിശാചികളുടെ ലോകമാണ്. അവിടെ നിന്ന് 100 യോജന താഴെ ഭൂലോകം. ഭൂതലത്തിൽ നിന്ന് 10,000 യോജന താഴത്തായി അധലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം എന്നിങ്ങനെ 7 ലോകം കൂടിയുണ്ട്. പ്രകൃതി എന്നതിലെ പ്രകൃഷ്ടാർത്ഥവും കൃതി എന്നത് സൃഷ്ടിവാചാകവുമായതിനാൽ പ്രകൃതി എന്ന പദത്തിന് സൃഷ്ടിക്ക് മുഖ്യമായത് എന്ന ഒരർത്ഥം കൂടി സിദ്ധിക്കുന്നു. ശുദ്ധസത്വം എന്നത് നോക്കിയാൽ പ്രശബ്ദത്തിന് രജസ് എന്നും കൃ ശബ്ദത്തിന് തമസ് എന്നും താ ശബ്ദത്തിന് വേറെയും ധാരാളം അർത്ഥമുണ്ട്. ത്രിഗുണാത്മികമായ ശക്തിയോടുകൂടി ചേർന്ന് നിൽക്കുന്ന പ്രധാന സൃഷ്ടികൃതി എന്ന മറ്റൊരർത്ഥവും പ്രകൃതിക്കുണ്ട്. ഇതും കൂടാതെ പ്രശബ്ദത്തിന് മുമ്പുള്ളതെന്നും കൃതി ശബ്ദത്തിന് സൃഷ്ടി എന്നും അർത്ഥമുള്ളത് കൊണ്ട് പ്രകൃതിക്ക് സൃഷ്ടിക്ക് മുമ്പുള്ളത് എന്നും അർത്ഥം പറയാവുന്നതാണ്. പ്രകൃതിയും പുരുഷൻ. സൃഷ്ടിക്ക് പുരുഷനും സ്ത്രീയും മൂലഘടകങ്ങളായി ഇരിക്കുന്നത് പോലെ പ്രപഞ്ച നിർമ്മാണത്തിന് മൂലമായി നിൽക്കുന്ന 2 ശക്തികളാണ് പ്രകൃതിയും പുരുഷനും. പുരുഷൻ പരമാത്മാവാണ്. ആ പുരുഷനിൽ നിന്ന് സ്ത്രീ രൂപിണിയായ പ്രകൃതി രൂപം പ്രാപിച്ചു. അതിനുശേഷം പുരുഷനും പ്രകൃതിയോടും കൂടി സംഗമിച്ച് പ്രപഞ്ച സൃഷ്ടി നിർവഹിച്ചു. സൃഷ്ടിക്ക് മുമ്പ് ഈ പ്രകൃതി പരമാത്മാവോട് ചേർന്ന് ഭേദമില്ലാതെ നശിക്കുന്ന ശക്തിയായി. എന്നാൽ സൃഷ്ടി വേണമെന്നുള്ള ഇച്ഛയുണ്ടാകുമ്പോൾ അത് പ്രകൃതി പുരുഷൻ എന്ന് 2ആയി പരിണമിക്കുന്നു. അപ്പോൾ വലത്തെ പകുതി പുരുഷനായും ഇടത്തെ പകുതി സ്ത്രീയായ പ്രകൃതിയായും തീരും. ഇങ്ങനെ 2 രൂപമായി അറിയപ്പെട്ടാൽ കൂടിയും അവ നിത്യമായി ഏകവസ്തുവെന്നറിഞ്ഞ് യോഗീന്ദ്രന്മാർ അതിനെ അഗ്നിയും ചൂടും പോലെ അഭേദ്യമായി കരുതി സർവം ബ്രഹ്മമയമെന്ന് സിദ്ധാന്തിക്കുന്നു. ഈ മൂലപ്രകൃതിയാണ് ദുർഗ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി, രാധ എന്നീ പഞ്ചദേവിമാരായി പരിണമിച്ചത്. സകലത്തിനും ആധാരമായി വർത്തിക്കുന്ന ദൈവശക്തിയാണ് പുരുഷൻ. ഈ പുരുഷൻ തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവനും രൂപം, വർണ്ണം, നാമം എന്നിവയോടുകൂടിയുള്ള വിശേഷണങ്ങളില്ലാത്തവനും എല്ലായ്പ്പോഴും ഉണ്ട് എന്ന് മാത്രം പറയുവാൻ കഴിയുന്നവനുമായ പരമാത്മാവാൻ. ഈ പുരുഷന് അവ്യക്തവും വ്യക്തവുമായ 2 രൂപങ്ങളുണ്ട്. ഈ 2 രൂപങ്ങൾക്കും പുറമെ കാലം എന്നീ 3ാമതൊരു രൂപം കൂടിയുണ്ട്. പുരുഷൻ എന്നതാണ് സൂക്ഷ്മ പ്രകൃതി. ഒന്നും കൊണ്ടും അളക്കുവാൻ കഴിയാത്ത ആ പ്രകൃതിക്ക് വേറൊരു ആധാരവുമില്ല. ക്ഷയിക്കാത്തതും ജരയില്ലാത്തതും നിശ്ചലവുമായ അതിൽ ശബ്ദം, സ്പർശം, രൂപം മുതലായവയൊന്നുമില്ല. അനാദിയും ഉത്പത്തി വിനാശങ്ങളും ഇല്ലാത്തതും 3 ഗുണങ്ങളുള്ളതുമായ പ്രകൃതിയാണ് പ്രപഞ്ചത്തിന്റെ മൂലകാരണം.
ബ്രഹ്മജ്ഞാനികൾ പറയുന്നു, അപ്പോൾ പകലും രാത്രിയും ഉണ്ടായിരുന്നില്ല, ആകാശവും ഭൂമിയും ഉണ്ടായിരുന്നില്ല, ഇരുട്ടും വെളിച്ചവും ഉണ്ടായിരുന്നില്ല, ഇതല്ലാതെ മറ്റുള്ളവയും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സ്രോതം തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഗ്രഹിക്കാൻ കഴിയാത്ത പ്രകൃതി, പുരുഷന്മാരടങ്ങിയ ബ്രഹ്മം ഒന്നു മാത്രമേ ഉണ്ടായിരുന്നു. വിഷ്ണുവിന്റെ പരമമായ സ്വരൂപത്തിൽ നിന്നാണ് പ്രകൃതി, പുരുഷൻ എന്നീ രണ്ട് രൂപങ്ങളുണ്ടായത്. ഇവ രണ്ടും പ്രളയകാലത്ത് വേർപെടുത്തുകയും സൃഷ്ടികാലത്ത് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യുന്നു. ആ രൂപത്തിന് കാലമെന്നും പറയുന്നു. സർവശക്തനായ കാലം അനാദിയാകുന്നു, അതിനവസാനമില്ല. അതുകൊണ്ട് സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടേയിരിക്കുന്നു. പ്രളയകാലത്ത് സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളുടെ സാമ്യം നിമിത്തം പ്രകൃതിയും പുരുഷനും വേറെ വേറെ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കെ ഇവ രണ്ടും കൂട്ടിച്ചേർക്കുവാനായി വിഷ്ണുവിന്റെ സ്വരൂപമായ കാലം വീണ്ടും പ്രവർത്തിക്കുന്നു. ക്ഷോഭിക്കുന്നതും ക്ഷോഭിക്കപ്പെടുന്നതും സങ്കോചം, വികാസം എന്നീ അവസ്ഥകളോടുകൂടി പ്രകൃതിയായി വർത്തിക്കുന്നതും ആ പുരുഷൻ തന്നെയാകുന്നു. വിഷ്ണു തന്നെയാണ് സൂക്ഷ്മരൂപത്തിലും സ്തൂപരൂപത്തിലും മഹത്വമയും ബ്രഹ്മദേവന്മാരായും സ്ഥിതി ചെയ്യുന്നത്. ഈ മഹത്വത്തിൽ നിന്ന് വൈകാരികം, തൈജസം, പഞ്ചഭൂതങ്ങളുടെ കാരണമായ താമസം എന്നിങ്ങനെ 3 തരത്തിലുള്ള അഹങ്കാരങ്ങൾ ജനിക്കുന്നു. ഈ അഹങ്കാരങ്ങൾ 3 ഗുണങ്ങൾ ഉൾപ്പെട്ടതുകൊണ്ട് ഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും ഉൽപ്പത്തിക്ക് കാരണമായി തീർന്നു. പ്രളയകാലത്തിന്റെ ഒടുക്കം ലോകം ജലമായിരുന്നു. അപ്പോൾ പരമശിവൻ തുടങ്ങിയേറിയ ഒരു തുള്ളി ചോര വെള്ളത്തിൽ വീഴ്ത്തി. അതൊരു അണ്ഡമായി തീർന്നു. ശിവൻ അതിരത്ത് ഭേദിച്ചപ്പോൾ പുരുഷൻ പുറത്തു വന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി അയാളിൽ നിന്ന് പ്രകൃതിയെയും സൃഷ്ടിച്ചു. ആ പ്രകൃതി പുരുഷന്മാർ പ്രജാപതികളായി അവർ പ്രജകളെയും സൃഷ്ടിച്ചു. ഓരോ ഗുണത്തിൻ്റെയും അളവിൽ വ്യത്യാസമുള്ളത് കൊണ്ട് ഓരോന്നിനും വിഭിന്ന സ്വഭാവമുള്ളതായി തീർന്നു. ബുദ്ധിയിൽ നിന്ന് അഹന്തയുണ്ടാകുന്നു. ഈ അഹങ്കാരത്തിന് ഗുണങ്ങളുടെ വലിപ്പച്ചെറുപ്പം അനുസരിച്ച് സാത്വിക, രജസ, താമസ ഭേദങ്ങളുണ്ട്. സ്വാത്വികാഹങ്കാരത്തിൽ നിന്നാണ് മനസ്സിന്റെ ഉൽപ്പത്തി. രാജസാഹങ്കാരത്തിൽ നിന്ന് തന്മാത്രകൾ, ഇന്ദ്രിയ വിഷയങ്ങൾ ജനിക്കുന്നു. താമസാഹങ്കാരത്തിൽ നിന്ന് സ്ഥൂലങ്ങളായ പഞ്ചഭൂതങ്ങൾ, അതായത് പൃഥ്വി, അപ്പ്, വായു, തേജസ്, ആകാശം ഉണ്ടാകുന്നു. പഞ്ചഭൂതങ്ങളിൽ നിന്ന് തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളും ശരീരവും രൂപം കൊള്ളുന്നു. പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നുണ്ടാകുന്ന ശരീരത്തിന്റെ ഭാഗം മാത്രമാണ് കർമ്മേന്ദ്രിയങ്ങൾ. ജനിമൃതികളെ പറ്റിയുള്ള ചിന്ത വൈദിക കാലങ്ങൊത്തു തന്നെ ഭാരതത്തിലെ ഋഷിഭഗവാന്മാർ ആരംഭിച്ചിരുന്നു. ഉപനിഷത്തുകളുടെയും ബ്രാഹ്മണങ്ങളുടെയും കാലമായപ്പോൾ ആ ചിന്താസരണി വളരെയധികം വികാസം പ്രാപിച്ചു. ശതപഥാഭ്രമണത്തിൽ പുനർജന്മത്തെ പറ്റിയുള്ള ചർച്ചകളുണ്ട്. മിക്ക ഉപനിഷത്തുകളിലും ആത്മാവിനെ പ്രപഞ്ച ജീവിത ചക്രത്തിൽ നിന്നും വിമോചിച്ച് ബ്രഹ്മസായുജ്യ പ്രാപിക്കുന്നതിനുള്ള മാർഗങ്ങളിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായ രേഖകളുണ്ട്. കഠോപനിഷത്തിൽ ഈ പ്രശ്നത്തിൽ മനഃശാസ്ത്രപരമായ ഉത്തരം നൽകുന്നു. മുണ്ടകോപനിഷത്തിൽ ഇതിൽ വളരെ മുന്നേറിയിട്ടുണ്ട്. എത്രയും ഗൂഢവും ഗഹനവുമായ മരണാന്തര സത്യത്തെ നചികേതസ് എന്ന ബാലൻ ധർമ്മരാജനായ യമനിൽ നിന്ന് പഠിക്കുന്നതാണ് ആ കഥ. മനുഷ്യാത്മാവിന്റെ മരണാനന്തരഗതി, മോക്ഷപ്രാപ്തിക്കുള്ള മാർഗനിർദ്ദേശം ഇതെല്ലാം യമൻ നചിക തേജസ്സിന് ഉപദേശിച്ചു കൊടുക്കുന്നു. പുരാണങ്ങളെല്ലാം പുനർജന്മത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. മത്സ്യപുരാണം പിതൃലോകത്തെ ആത്മാക്കളുടെ ഗതിവിധികളെ പറ്റിയും പറയുന്നു. ഭാഗവതാദി പുരാണത്തെ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങൾ, അതായത് ശ്രീകൃഷ്ണൻ, അർജുനൻ, ഹിരണ്യാക്ഷൻ, ബലി എന്നു മാത്രമല്ല ശ്രീകൃഷ്ണനെ അമ്പെയ്ത വേടൻ പോലും പുനർജനിച്ചവരാണ്. ഇതോടുകൂടി ഹൈന്ദവ സംസ്കാരത്തിന്റെ ആദ്യത്തെ അധ്യായം, അതായത് സൃഷ്ടി, ബ്രഹ്മാണ്ഡ രൂപീകരണവും പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ഹൈന്ദവ സംസ്കാരത്തിന്റെ അടിസ്ഥാന തറപ്പാടും പറഞ്ഞിരിക്കുന്നു. അടുത്തത് അധ്യായം 2 ആണ്, മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ. തുടരും.